7 മണി മുതൽ ആരംഭിക്കാനിരിക്കുന്നു. ചേലക്കരയുടെ ജനമനസ്സ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതൊക്കെയും നമ്മൾ അറിയാൻ പോവുകയാണ്. എല്ലാവിധമായ ക്രമീകരണങ്ങളും നേരത്തെ കൂട്ടി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാലി ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാനിപ്പോൾ ചേലക്കര ഈ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ ചേലക്കര പഞ്ചായത്തിലാണുള്ളത്. ചേലക്കര പഞ്ചായത്തിൽ പട്ടണത്തിൻ്റെ നടുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. 2 ബൂത്തുകളിലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തൊട്ടടുത്ത് പാഞ്ഞാൾ പഞ്ചായത്തുണ്ട്. ആ പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവരങ്ങളും കൂടി ഞാൻ നൽകാം. അതായത് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. രാവിലെ തന്നെ മോക്ക് പോൾ നടത്തി. പോളിംഗ് ഏജൻറ്റുമാർ എത്തിത്തുടങ്ങി. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ഇവിടെ എത്തി. പോളിംഗ് സാമഗ്രികൾ ഇന്നലെ ഏറ്റുവാങ്ങി വൈകിട്ടോടെ ഇവിടെ എത്തി ബൂത്ത് സജ്ജീകരിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയാൽ മതി. 7 മണിക്ക് എത്തിത്തുടങ്ങുമെന്നാണ് കരുതുന്നത്. ഇവിടെ രാവിലെ ഒരു 7 മണിയോടുകൂടി തന്നെ ചില ബൂത്തുകളിലെങ്കിലും ക്യൂ രൂപപ്പെടുമെന്നാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത്. കാരണം രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു കൾച്ചറുള്ള ഒരു പ്രദേശമാണ്, രീതിയുള്ളൊരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ കുറേ ബൂത്തുകളിലെങ്കിലും രാവിലെ തന്നെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ പൊതുവിൽ ഒരു 75-76% താഴെ പോളിംഗ് ആണ്. ഈ കഴിഞ്ഞ ഒരു 82-ന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പും പരിശോധിച്ചാലും ഒരു ശരാശരി ഒരു 75-76, ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് 79% ഈ മണ്ഡലത്തിൽ പോളിംഗ് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 75-76 ആണ് ശരാശരി പോളിംഗ് ഈ മണ്ഡലത്തിൻ്റെ. പക്ഷേ ഇക്കുറി മാറും. ഇക്കുറി ഉയർന്ന പോളിംഗിലേക്ക് ഒരു 80% കടക്കുമെന്നാണ്. അതിനും മുകളിലേക്ക് പോയേക്കാം എന്ന് തന്നെയാണ് മുന്നണികളുടെ നേതാക്കളൊക്കെ കരുതുന്നത്. കാരണം നാടിളക്കിയുള്ള ഒരു പ്രചരണം ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ നടത്തും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പ്രചരണ രംഗത്ത് മുഴുവൻ സംവിധാനങ്ങൾ, ഈ ജില്ലയിലെ ആകെ സംവിധാനങ്ങൾ മുന്നണികൾ ഈ പ്രദേശത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം പോളിംഗ് ദിവസവും സമഗ്രമായി പ്രചരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ചെന്ന് വോട്ടർമാരെ ഇറക്കി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു 80% മുകളിലേക്ക് പോളിംഗ് പോയേക്കാം എന്ന് നമുക്ക് കരുതാം. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതായാലും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം നമുക്കറിയുന്നത് പോലെ ഇടത് MLA ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇടതുപക്ഷം ഒരു തുടർ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് UDF കരുതുന്നു. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം. ഏതായാലും അല്പസമയത്തിന് ഒരു 7 മണിയോടുകൂടി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് ചേലക്കര SMT ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്താണ്. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം അകത്തുണ്ട്. പോളിംഗ് ആരംഭിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പം മുമ്പ് മോക്ക് പോൾ നടത്തി വോട്ടിംഗ് മെഷീൻ പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ പോളിംഗിലേക്ക് കടക്കാം. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ തുടർച്ചയായി പോളിംഗ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അകത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.